നമസ്കാരം. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 1 നെക്സ്റ്റ് പാർട്ടിലേക്ക് സ്വാഗതം. ഇത് ആക്ച്വലി ഈ ഒരു പാർട്ട് കഴിഞ്ഞ പാർട്ടിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ വീഡിയോയുടെ ലെങ്ത് കാരണം ഈ ഒരു പാർട്ട് വേറെ തന്നെ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് COP പറ്റിയും പിന്നെ ടൈപ്സ് ഓഫ് റെഫ്രിജറേഷനെ പറ്റിയിട്ടുമാണ്. അപ്പോൾ അടുത്ത ടോപ്പിക്കും എന്താ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് പറഞ്ഞതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് COP എന്താണെന്ന്. COP എന്ന് വെച്ചാൽ എന്താ, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. അത് എന്താ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ, വായിച്ചു നോക്കിയേ. ദ പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റിംഗ് മെഷീൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദ റേഷ്യോ ഓഫ് യൂസ്ഫുൾ ഹീറ്റ് ടു വർക്ക് കോൾഡ് എനർജി റേഷ്യോ ഓർ COP. ഇങ്ങനെയൊന്നും കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. അതായത് നമ്മളിപ്പോൾ സാധാരണ എഫിഷ്യൻസി എന്നെല്ലാം പറയില്ലേ, അതുപോലെ തന്നെയാണ് COP എന്ന് പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിന് എത്ര എഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ അതിന് എത്ര കഴിവുണ്ട്, അതൊക്കെ നമുക്ക് ഈ COP വെച്ചിട്ട് പറയാൻ പറ്റും. ഇതിനെ തന്നെ നമ്മൾ എന്തെന്ന് പറയും, എനർജി റേഷ്യോ എന്നും പറയും. എനർജി റേഷ്യോ എന്നും നമ്മൾ COP എന്ന് പറയും. കാരണം എന്താ, ഇത് ഹീറ്റ് എനർജീൻ്റെയും ഒരു വർക്ക് എനർജീൻ്റെയും റേഷ്യോ ആണ്. അത് നമുക്ക് നോക്കാം. അതായത് ഈ COP എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇത് ഇൻഡിക്കേറ്റ് ദ പെർഫോമൻസ് ഓർ എഫക്റ്റീവ്നെസ് ഓഫ് റെഫ്രിജറേറ്റർ. ഒരു റെഫ്രിജറേറ്ററിൻ്റെ എഫക്റ്റീവ്നെസ് ഇത് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ഉപകാരം ഉള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ COP വെച്ചിട്ട് പറയാൻ പറ്റും. ഒരു റെഫ്രിജറേറ്ററിന് ഇത്രയുണ്ട് COP, അല്ലെങ്കിൽ ഒരു എയർ കണ്ടീഷണർ ഇത്രയുണ്ട് COP. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഇത്ര എഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടും കണ്ടുപിടിക്കും, അതുപോലെ നമുക്ക് എന്താ തിയററ്റിക്കലിയും കണ്ടുപിടിക്കുക. അതിപ്പോൾ ഏത് സാധനമായാലും നമുക്കറിയാമല്ലോ, നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്നുണ്ട്. ലാബിലൊക്കെ ചെയ്യുന്നത് എന്തായിരിക്കും, ലാബിലൊക്കെ ചെയ്യുന്നത് നമ്മൾ ആക്ച്വലായിട്ട് നമ്മൾ മെഷർ ചെയ്ത് ആക്ച്വൽ ഒരു COP ആക്ച്വൽ വാല്യൂ ആണ് കണ്ടുപിടിക്കുക. എന്നാലിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ട് എന്താ കണ്ടുപിടിക്കുക, അത് തിയററ്റിക്കലായിരിക്കും. ഇക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ലോ വെച്ചിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ തിയററ്റിക്കലാണ് ചെയ്യുക. ഇനി ഈ തിയററ്റിക്കൽ സാധനം കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാബിലൊക്കെ ടെസ്റ്റ് സെറ്റപ്പ് വെച്ചിട്ട് ആക്ച്വലായിട്ട് അത് ചെയ്ത് നോക്കും. അപ്പോൾ അത് ആക്ച്വൽ COP. എന്താണ് COP എന്നൊന്ന് വ്യക്തമാക്കി തരാം. അതായത് നമ്മൾ പറഞ്ഞു എഫക്റ്റീവ്നെസ് ആണെന്ന് പറഞ്ഞു. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്കറിയാം. നമ്മളൊരിപ്പോൾ നമ്മുടെ ഒരു റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ്, ഇതിൻ്റെ ഉപകാരം എന്താ, ഒരു ഭാഗം തണുപ്പിക്കുക, ഈ ഒരു സ്ഥലം തണുപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ തണുപ്പിക്കണമെങ്കിൽ സാധാരണ എഫിഷ്യൻസീൻ്റെ ഇക്വേഷൻ അറിയാലോ. എഫിഷ്യൻസി എന്ന് വെച്ചാൽ നമ്മൾ എന്താ, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആയിരിക്കും. അതായത് നമുക്ക് എത്ര തിരിച്ചു കിട്ടുന്നു, നമ്മൾ എത്ര കൊടുക്കുന്നു, അതിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ എന്താ, ഇവിടെ നമുക്ക് തിരിച്ചു കിട്ടേണ്ടത് എന്താ, ഈ ഒരു കൂളിങ്നെസ് അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു ഭാഗത്തുള്ള ഹീറ്റ് എത്രത്തോളം നമ്മുടെ റെഫ്രിജറൻ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതാണ് നമ്മുടെ റെഫ്രിജറേഷൻ എഫക്റ്റ് ആയിട്ട് പറയുക. അതായത് Q എന്ന് പറഞ്ഞാൽ അറിയാലോ, റെഫ്രിജറേഷൻ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ kJ/min. Q പൊതുവേ നമ്മൾ ഹീറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്ററാണ്. അപ്പോൾ Q എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എത്രത്തോളം തണുപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്, അതാണ് റെഫ്രിജറേഷൻ എഫക്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനി ഇൻപുട്ട് നമ്മൾ എന്താ കൊടുക്കുന്നത്, ആദ്യം നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നത് എന്തായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം എക്സ്റ്റേണലായിട്ട് എന്ത് കൊടുക്കണം, ഒരു വർക്ക് കൊടുക്കണം. എക്സ്റ്റേണലായിട്ട് ഇവിടെ കംപ്രസർ വർക്ക് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വർക്ക് കൊടുക്കണമെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ കംപ്രസർ വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർക്ക് ഡൺ എന്ന് പറയുന്നത്. എപ്പോഴാണോ ഈ കൊടുത്ത വർക്കിന് കണക്കായിട്ട് ഇൻപുട്ടിന് കണക്കായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് മാക്സിമം എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു COP എന്ന് പറയുന്നത്. ഇവിടെ Q എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ പ്രകാരം റെഫ്രിജറേഷൻ എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ kJ/min, W ഈസ് വർക്ക് സപ്ലൈഡ് ഇൻ kJ/min. അതുകൊണ്ട് തന്നെ COPക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല. രണ്ടും യൂണിറ്റ് ക്യാൻസലായി പോകുമല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു COP 2 തരത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, ഒന്ന് തിയററ്റിക്കലും ഒന്ന് ആക്ച്വലും. അപ്പോൾ ഈ ഒരു ആക്ച്വൽ COPയും തിയററ്റിക്കൽ COPയും കൂടി വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. അതിനെയാണ് എന്തെന്ന് പറയുക, റിലേറ്റീവ് COP എന്ന് പറയുക. ഇതൊരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടു. എന്താണ് റിലേറ്റീവ് COP? റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്തെങ്കിലും ഒരു റിലേഷൻ ആയിരിക്കണമല്ലോ. ഏത് തമ്മിലുള്ള റിലേഷൻ ആയിരിക്കണം, നമ്മളെ കയ്യിൽ 2 COP ഉള്ളൂ, ആക്ച്വലും തിയററ്റിക്കലും. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇതിൽ മുകളിൽ എന്ത് വരും, താഴെ എന്ത് വരും, മുകളിൽ വരുന്നത് ആക്ച്വൽ ആയിരിക്കും. പൊതുവേ മുകളിൽ ആക്ച്വൽ ആണല്ലോ വരാറ് എല്ലാത്തിലും. താഴെ വരുന്നത് എന്തായിരിക്കും, തിയററ്റിക്കൽ COP ആയിരിക്കും. മുകളിൽ വരുന്നത് ആക്ച്വലും താഴെ വരുന്നത് തിയററ്റിക്കലും. കാരണം ആക്ച്വൽ പൊതുവേ എന്തായിരിക്കും, പൊതുവേ നമ്മൾ ആക്ച്വലായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഈ തിയററ്റിക്കലായിട്ട് കണക്കെല്ലാം കൂടി ചെയ്യുമ്പോഴും
നമുക്ക് വാല്യൂ കുറച്ച് അധികം കിട്ടും. ആക്ച്വലായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ലോസും ഫ്രിക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് പൊതുവേ നമുക്കറിയാലോ നമ്മുടെ വാല്യൂ കിട്ടുന്നത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പൊതുവേ ഇപ്പോൾ കോഎഫിഷ്യൻ ഓഫ് ഡിസ്ചാർജ് അങ്ങനത്തെ എല്ലാം നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ നോക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ ആലോചിക്കുക, ആക്ച്വലാണ് മുകളിലുണ്ടാവുക, തിയററ്റിക്കൽ താഴെ ഉണ്ടാവും. അപ്പോൾ COP എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, COP ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റം ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. 1-നേക്കാളും എപ്പോഴും എന്തായിരിക്കും? COP കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് കോഎഫിഷ്യൻ ഓഫ് പെർഫോമൻസ് വരെയുള്ള കാര്യം. ഇനി അടുത്തത് നമ്മുടെ ഇതിലുള്ള ഈ പാർട്ടിലെ ലാസ്റ്റ് ഭാഗമാണ് ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ. ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് തരത്തിലുള്ള റെഫ്രിജറേഷൻ ടൈപ്സ് ഉണ്ട്. ഐസ് റെഫ്രിജറേഷൻ, ഡ്രൈ ഐസ് റെഫ്രിജറേഷൻ, ഇവോപ്പറേഷൻ റെഫ്രിജറേഷൻ, റെഫ്രിജറേഷൻ ബൈ എക്സ്പാൻഷൻ ഓഫ് എയർ, റെഫ്രിജറേഷൻ ബൈ ത്രോട്ട്ലിംഗ് ഗ്യാസസ്, സ്റ്റീം ജെറ്റ് വാട്ടർ റെഫ്രിജറേഷൻ, അങ്ങനെ പിന്നെ വേപ്പർ കംപ്രഷൻ, വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ, ലിക്വിഡ് നൈട്രജൻ റെഫ്രിജറേഷൻ, അങ്ങനെ ഒരുപാട് റെഫ്രിജറേഷൻ ടൈപ്പ് ഉണ്ട്. നമ്മൾ ഇവിടെ സിലബസിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഐസ് റെഫ്രിജറേഷനും ത്രോട്ട്ലിംഗ് റെഫ്രിജറേഷനുമാണ്. പിന്നെ വേപ്പർ കംപ്രഷനും വേപ്പർ അബ്സോർപ്ഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത മൊഡ്യൂളുകളിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഐസ് റെഫ്രിജറേഷനും എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ സിമ്പിളാണ് ഐസ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഐസ് റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയേ, മുകളിലൊരു ഐസ് ക്യൂബ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഒരു ഐസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഐസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറ്റ്, ആ ഭാഗത്തുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, ഐസ് എന്ത് ചെയ്യുന്നു, മെൽറ്റായി പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ പുറത്തെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മൊത്തം എന്ത് ചെയ്യുന്നു, തണുപ്പുണ്ടാവുന്നു. അപ്പോൾ ഈ ഐസ് എന്ന് പറയുമ്പം ഈ ഒരു തണുപ്പ് അതിനുള്ളിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എന്തായാലും ഒരു നല്ല ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാബിനോ അങ്ങനെയുള്ളൊരു കാര്യം വേണം. ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു ചാമ്പർ വേണം. അതാണ് നമ്മൾ ഈ ഔട്ടർ ആയിട്ട് കാണുന്നത്. പിന്നെ ഐസ് ഉണ്ട്, ഐസ് മുകളിലാണ് കൊടുത്തിട്ടുള്ളത്, ഐസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയുള്ള കുറേ പിന്നെ ഷെൽഫുകളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഫുഡ് സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഹിയർ ദ ടെമ്പറേച്ചർ ഓഫ് എ സ്പേസ് ഈസ് ഡിക്രീസ്ഡ് ബൈ ദ യൂസ് ഓഫ് ഐസ് നാച്ചുറലി ഹാർവെസ്റ്റഡ് ഓർ ആർട്ടിഫിഷ്യലി മെയ്ഡ്. അതായത് നമ്മുടെ ഈ ഒരു സ്പേസിലുള്ള ടെമ്പറേച്ചർ കുറക്കുന്നത് എന്തായിരിക്കും, ഐസ് വെച്ചിട്ടായിരിക്കുമല്ലോ. അതെങ്ങനെയായിരിക്കും, ഐസ് ചിലപ്പോൾ നാച്ചുറലി ഉണ്ടായതാവാം, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാവാം. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, പൊതുവേ നമ്മൾ ഈ ഐസ് റെഫ്രിജറേഷൻ യൂസ് ചെയ്യുന്നത് ഫുഡ് പ്രൊഡക്റ്റൊക്കെ കൂൾ ചെയ്യാനാണ്. ഈ സിസ്റ്റത്തിൽ എന്താ ഉള്ളത്, ദ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എൻ ഇൻസുലേറ്റഡ് ക്യാബിനറ്റ് വിത്ത് എൻ ഐസ് ട്രേ. ഒരു ക്യാബിനറ്റ് ഉണ്ട്, അത് നമുക്കറിയാം, തണുപ്പ് ആ ഒരു തണുപ്പ് എന്താണ്, അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാബിനറ്റ് വേണമല്ലോ, അതുണ്ടാവും. പിന്നെ എന്തുണ്ടാവും, ഐസ് ട്രേ ഉണ്ടാവും. ഐസ് ട്രേ എന്തിനാ, ഐസ് വെക്കാനൊരു സ്ഥലം വേണമല്ലോ, അപ്പോൾ ഐസ് ട്രേ ഉണ്ടാവും. അറ്റ് ദ ടോപ്പ് ഫോർ ഹോൾഡിംഗ് ബ്ലോക്ക് ഓഫ് ഐസ് പീസസ്. എന്തിനാണ് ഈ ഐസ് എപ്പോഴും ടോപ്പിൽ വെക്കുന്നത്, എന്തിനായിരിക്കും ടോപ്പിൽ കയറ്റി വെക്കുന്നത്? കാരണം ഐസ് ടോപ്പിൽ വെച്ചാൽ എന്താ ഉപകാരം, നമുക്കറിയാം, ഹോട്ട് എയർ മുകളിലോട്ട് പോകുന്നു, എന്നതിന് ശേഷം അത് ഐസുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡെൻസിറ്റി കൂടുന്നു, അപ്പോൾ അത് താഴോട്ട് വരുന്നു. പിന്നെ അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു ഫുഡ് പ്രൊഡക്റ്റിലോട്ടേക്ക് കോണ്ടാക്ട് വരുന്നു, അതിൻ്റെ അകത്തുനിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, അത് മുകളിലോട്ടേക്ക് പോകുന്നു, അതായത് ഹീറ്റ് മുകളിലോട്ടേക്ക് പോകുന്നു. ഐസ് ഇതിൻ്റെ അകത്തുനിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, അത് മുകളിലോട്ടേക്ക് പോകുന്നു, പിന്നെയും അത് മെൽറ്റ് ആവുന്നു, പിന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ദ ഫുഡ് ഐറ്റം സ്റ്റോർഡ് ഇൻസൈഡ് ആർ കൂൾഡ് ബൈ ദ സർക്കുലേഷൻ ഓഫ് എയർ ത്രൂ ഐസ്. ഐസിൻ്റെ മുകളിലോട്ട് എയർ സർക്കുലേറ്റ് ചെയ്യുന്നത്, ആക്ച്വലി എയറിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എയർ ആണ് ഡെൻസ് ആയിട്ടൊക്കെ വരുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള എയർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ദ ഫുഡ് ഐറ്റം സ്റ്റോർഡ് ഇൻസൈഡ് ആർ കൂൾഡ് ബൈ ദ സർക്കുലേഷൻ ഓഫ് എയർ ത്രൂ ഐസ്. അതായത് എപ്പോഴാണോ ഈ എയർ ഐസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്, അപ്പോൾ എയർ എന്താവും, ഡെൻസ് ആവും. ഡെൻസ് ആയിട്ട് ഈ എയർ താഴോട്ടേക്ക് മൂവ് ചെയ്യും. എന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, എപ്പോഴാണോ ഇതുമായിട്ട് നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റുമായിട്ട് കോണ്ടാക്ട് വരുന്നത്, അവിടുന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, ഇത് വീണ്ടും മുകളിലോട്ട് പോവും, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഐസുമായിട്ട് കോണ്ടാക്ട് വരും, അവിടെ അത് ഡെൻസറായിട്ട് താഴോട്ട് വരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഒരു കൺവെക്റ്റീവ് കറണ്ടായിട്ട് ഇങ്ങനെ മാറുന്നു. അതായത് ഇതിങ്ങനെ നമുക്കറിയാം, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്ന് പറഞ്ഞ 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കൺവെക്റ്റീവ് കറണ്ട്, അതായത് കറണ്ട് എന്ന് വെച്ചാൽ ഇതന്നെ ഈ ഒരു ഫ്ലോവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺവെക്റ്റീവ് കറണ്ട് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഒക്കെ ഇങ്ങനെ കൂളായിട്ട് വരുവാണ് ചെയ്യുന്നത്. കൺവെക്റ്റീവ് കറണ്ട് ആർ ഫോംഡ് ആൻഡ് എയർ ഗെറ്റ് സർക്കുലേറ്റഡ് ഇൻ റെഫ്രിജറേറ്റർ ഓട്ടോമാറ്റിക്കലി ആൻഡ് പ്രൊഡക്റ്റ് കെപ്റ്റ് ഇൻസൈഡ് ആർ കൂൾഡ്. ഈ ഒരു കൺവെക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണ്. ഈ എയർ ഡെൻസ് ആവുന്നതും നമ്മുടെ ഈ ഐസിൻ്റെ ഈ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ വഴി തന്നെ, കൺവെക്റ്റീവ് കറണ്ട് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്, ഐസ് റെഫ്രിജറേഷനിൽ ചെയ്യുന്നത്.
പിന്നെ അടുത്തുള്ള റെഫ്രിജറേഷനാണ് എന്ത്, റെഫ്രിജറേഷൻ ബൈ ഗ്യാസ് ത്രോട്ട്ലിംഗ് എന്ന് പറയുന്നത്. അതെന്താ റെഫ്രിജറേഷൻ ബൈ ഗ്യാസ് ത്രോട്ട്ലിംഗ് എന്ന് വെച്ചാൽ, ഇത് സാധാരണ കണ്ടുവരുന്ന ഒരു റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. ത്രോട്ട്ലിംഗ് വാൽവ്, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്സ്പാൻഷൻ വാൽവ് എന്നെല്ലാം പറയുന്ന പോലെ ത്രോട്ട്ലിംഗ് വാൽവ്, ക്യാപ്പിലറി ട്യൂബ്, ഇതൊക്കെ ഒരു സെയിം ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ത്രോട്ട്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനാണ് ത്രോട്ട്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക, അതായത് എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ത്രോട്ട്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് റെഡ്യൂസസ് ദ പ്രഷർ ഓഫ് എ ഗ്യാസ് ഫ്ലോ ആസ് ഇറ്റ് ഈസ് പാസസ് ത്രൂ എ ത്രോട്ടിൽ വിച്ച് ക്യാൻ കോസ് ദ ഗ്യാസ് ടു കൂൾ ആൻഡ് ലിക്വിഫൈ. ഇത് പറയാൻ സാധാരണ നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം വെച്ച് പറയുകയാണെങ്കിൽ പൊതുവെ അതിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ഇവോപ്പറേറ്റർ ഉണ്ടാവും. ഇവോപ്പറേറ്റർ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജ് വിചാരിക്കും. അതെന്താ, ആ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റം വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഈ ഫ്രിഡ്ജിൽ എന്താ, ഒരു ഇവോപ്പറേറ്റർ ഉണ്ടാവും. അതായത് നമ്മൾ ഫ്രീസർ ഉണ്ടാവും, പിന്നെ ഒരു കംപ്രസർ ഉണ്ടാവും വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തുണ്ടാവും, ഒരു കണ്ടൻസർ ഉണ്ടാവും. ഇവിടുന്ന് ഹീറ്റിനെ ഈ റെഫ്രിജറൻറ്റ് അബ്സോർബ് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് പോകുന്നു, കംപ്രസ് ചെയ്യുന്നു, കണ്ടൻസറിൽ പോയിട്ട് ഈ റെഫ്രിജറൻറ്റ് നമ്മുടെ ഹീറ്റിനെ പുറത്തോട്ട് തള്ളുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ത്രോട്ട്ലിംഗ് ഡിവൈസ്, അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവ് ഉണ്ടാവും. പിന്നെ ഇതിങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ വാൽവ്, അതിനെ തന്നെയാണ് ഈ ത്രോട്ട്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ത്രോട്ട്ലിംഗ് നടക്കുമ്പോൾ എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും, പ്രഷർ കുറയും. അതായത് നമ്മുടെ റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറയും. റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറഞ്ഞാൽ എന്താ ഉപകാരം, പ്രഷർ കുറയുന്നത് വഴി എന്താവും, റെഫ്രിജറൻറ്റ് ലിക്വിഫൈ ആയിട്ട്, ഇവിടെ ലിക്വിഫാക്ഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ കുറയും, റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ കുറയും. അങ്ങനെ കുറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഇത് നമ്മുടെ ഇവോപ്പറേറ്ററിൻ്റെ എവിടെയാണോ നമുക്ക് തണുപ്പിക്കേണ്ടത് ആ ഒരു ഭാഗത്തോട്ടേക്ക് പോയിട്ട് അവിടുന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞ് ഇതൊരു ലിക്വിഡ് സ്റ്റേറ്റിലോട്ടേക്കായി. പിന്നെ എന്ത് ചെയ്യുന്നു, ഈ സിസ്റ്റത്തിൽ നിന്നും ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് വേപ്പർ സ്റ്റേറ്റിലോട്ടേക്ക് പോകാൻ പറ്റും. പിന്നെ വീണ്ടും കംപ്രസറിലെത്തി, കണ്ടൻസറിൽ നിന്ന് ലിക്വിഡായി, ഇവിടുന്ന് ലിക്വിഡ് തന്നെയാണ് ആക്ച്വലി. ഇത് വേപ്പർ കംപ്രഷൻ പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ടെമ്പറേച്ചർ കുറക്കാൻ പറ്റും. അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് റെഡ്യൂസസ് ദ പ്രഷർ ഓഫ് എ ഗ്യാസ് ഫ്ലോ ആസ് ഇറ്റ് ഈസ് പാസസ് ത്രൂ എ ത്രോട്ടിൽ എന്ന് വെച്ചാൽ ഒരു ഒറിഫൈസോ ചെറിയൊരു ഹോളോ എന്തെങ്കിലും ആവാം, ഒരു ചെറിയ ഹോള്, അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എന്താണ്, പ്രഷർ കുറയും. അത്രയും ആലോചിക്കുക. ആ പ്രഷർ കുറയുന്നത് വഴി എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറയുന്നത് വഴി എന്താവും, നമുക്ക് അവിടുന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അത്രയാണ് ഈ ത്രോട്ട്ലിംഗ് എന്ന് പറഞ്ഞ പരിപാടികൾ. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു റെഫ്രിജറേഷൻ നടക്കുന്നത് ഇവിടുത്തെ പ്രഷർ കുറയുന്നതിനെ ഡിപ്പെൻഡ് ആണ് പൊതുവേ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഈ വീഡിയോയിൽ ഇത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. താങ്ക്